ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാതെ SIT പാളികൾ ഒരുക്കിയെന്ന പങ്കജ് ഭണ്ഡാരിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴി ആസൂത്രിതമെന്ന് നിഗമനം. ഗോവർദ്ധൻ സ്വർണം കൈമാറിയത് അന്വേഷണം വഴിതെറ്റിക്കാനും എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ കണാപ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഏറുകയാണ്. നഷ്ടപ്പെട്ട സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത്? ആ തൊണ്ടി മുതൽ ആ ശബരിമലയിലെ പൂങ്കാവനത്തിൽ ആ സ്വർണം തിരിച്ചെത്തിക്കാൻ കഴിയുമോ എന്നടക്കം വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. അപ്പോൾ പ്രതികൾ എല്ലാവരും ചേർന്നുകൊണ്ടൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ ആസൂത്രിതമായ നീക്കം അന്വേഷണം വഴിതെറ്റിക്കാൻ നടത്തിയിട്ടുണ്ടോ എന്നടക്കം നമുക്ക് പരിശോധിക്കണം. ആനന്ദകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആനന്ദൻ, ഒരു വല്ലാത്തൊരു ട്വിസ്റ്റിലേക്ക് ഈ അന്വേഷണം പോകുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിനും അപ്പുറത്തേക്ക് കൂടുതൽ പ്രതികൾ വരുന്നു, അല്ലെങ്കിൽ അവരെ അറസ്റ്റിലാകുമ്പോഴും അതിലൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ നടക്കുന്നുണ്ട്. എന്താണ് ആനന്ദന് ഈ ഇപ്പോഴത്തെ ഈ പ്രതികളുടെ മൊഴികൾ സംബന്ധിച്ചൊക്കെ ഈ സ്വർണത്തിൻ്റെ ഉരുക്കലുമായി ബന്ധപ്പെട്ടൊക്കെ നൽകുന്ന മൊഴികൾ അത് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണോ? അങ്ങനെയാണ് SIT സംശയിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയായി. അതായത് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന 98-ൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്ന തങ്കപ്പാളികൾ അത് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം SITക്ക് വ്യക്തമായിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ടുമുണ്ട്. അത് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ആരാണ് കൂട്ടുനിന്നത് എന്നത് സംബന്ധിച്ച് തെളിവ് സഹിതം SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. ആരാണ് കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചും SITക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ 2 പേർ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധൻ അടക്കമുള്ള സംഘം. അവരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ള ബന്ധവും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് പോയി എന്നിടത്താണ് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടം രൂപമായിരിക്കുന്നത്. കാരണം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു അത് പറയേണ്ടവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമാണ്. അവർ പറയുന്നത് ഞങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അത് SIT വിശ്വസിക്കുന്നില്ല. അത് അവർ വളരെ ആസൂത്രിതമായി, കാരണം ഈ SIT അന്വേഷണം ഏറ്റെടുക്കാനൊക്കെയുള്ള കാലതാമസവും അതിനു മുൻപ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയും കോടതി ഇടപെടൽ വരികയും ഒക്കെ ചെയ്ത് നമ്മൾ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ മാതൃഭൂമി ന്യൂസ് തന്നെ പുറത്തുവിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു മുന്നറിവുണ്ടാക്കാനും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. മാത്രമല്ല ഈ പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകുന്ന സമയത്തും അവർ കൃത്യമായ എന്തൊക്കെ മൊഴി കൊടുക്കണം, എങ്ങനെയാണ് ഇതിനെ നിയമപരമായി നേരിടാൻ പറ്റുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ഗൃഹപാഠം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഉദ്യോഗസ്ഥർ ഇനി ഇവരെ ഒരുമിച്ചിരുത്തി 3 പേരെയും, കാരണം പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരെയൊക്കെ തന്നെ ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യലൊക്കെ എത്രത്തോളം ഈ അന്വേഷണത്തിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്നതാണ്? അങ്ങനെ കൃത്യമായിട്ട് ഇനി ഇപ്പോൾ ഒരു ഘട്ടം ചോദ്യം ചെയ്യൽ കൂടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ്. അതിനൊപ്പം അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുക്കും. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞൊരു കേസാണ്. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർ ഈ പാളികൾ എന്തു ചെയ്തു? ആ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ഒരു 470 ഗ്രാം ഗോൾഡ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് SIT അന്വേഷിച്ചു പോയി കണ്ടെത്തിയതല്ല. അതൊരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഗോവർദ്ധൻ ഇങ്ങോട്ടാണ് വരുന്നത്, എനിക്ക് വിറ്റിട്ടുണ്ട്, അതെൻ്റെ വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ ജ്വല്ലറി ഇരിപ്പുണ്ട്, വന്നെടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അത് അന്വേഷണ സംഘം പറയുന്നത് അവർ പോയി എടുത്തു, അത് കോടതി കൊടുത്തു. അതല്ലാതെ ശബരിമലയിലാണെന്ന് ഒരു ഉറപ്പും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മാത്രമല്ല അങ്ങനൊരു നാടകം ഗോവർദ്ധൻ കളിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ മറയ്ക്കാനാണ് എന്നുള്ളതും അവരുടെ ഭാഗത്ത് പിഴവുകളുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ആ നടപടി എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൃത്യമായി അവർ ശ്രമിക്കുന്നത് ഈ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാണ്. ഇതിനകത്ത് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനയാണ്. ദൃശ്യം 1-നാണ് SIT ഉദ്യോഗസ്ഥർ ശബരിമലയിൽ പോയിട്ട് അവിടെ ഈ 2019 തിരിച്ചു കൊണ്ടുവച്ച പാളികളുടെയും അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന മേൽക്കൂലിൽ അടക്കമുള്ള സ്വർണം ക്ലാഡ് ചെയ്ത പാളികളുടെയും ഒക്കെ സാമ്പിളുകൾ എടുത്തത്. അത് VSCയിലെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് പരിശോധന നടത്തുന്നത്. 1 മാസമായിട്ട് അതിൻ്റെ പരിശോധനാ ഫലം വന്നിട്ടില്ല. അപ്പോൾ ആ ഫലം ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ 2019 തിരിച്ചു കൊണ്ടുവന്നത് ഒറിജിനൽ പാളിയാണോ അല്ലയോ എന്നുള്ളത്. ഒറിജിനൽ പാളി അല്ലെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ഒറിജിനൽ എങ്ങോട്ടോ കൊണ്ടുപോയി പകരം അതിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയ പുതിയ ചെമ്പിനകത്ത് സ്വർണ്ണം പൂശിയാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് വ്യക്തമാകും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റിയാണ്. ഇനി ആ ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയാൽ അതിനകത്തൊക്കെ ഒരു കൃത്യത വരുമെന്നാണ് SIT പ്രതീക്ഷിക്കുന്നത്. ആ ഫലത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും SITക്ക് കൈമാറിയത് ഡി-മണി എന്ന വിഗ്രഹക്കടത്തുകാരനെ കുറിച്ചുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പോറ്റിയും ഡി-മണിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന വിവരവും ഇപ്പോൾ SITക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിശദാംശങ്ങളും വരികയാണ്. അപ്പോൾ
അനന്തൻ, ഈ രമേശ് ചെന്നിത്തല നൽകിയ മൊഴി, ആ വിദേശ വ്യവസായി നൽകിയിട്ടുള്ള മൊഴി, അത് എത്രത്തോളം ഈ ഡി മണി ഒരു പക്ഷേ ഒരു എന്തെങ്കിലും നമുക്കതിൻ്റെ പേരിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ അത് കാലാകാലങ്ങളായി കേരളത്തിലടക്കം നടന്നിട്ടുള്ള വൻ കൊള്ളയിലേക്ക് നമ്മൾ ഈ തൊണ്ടിമുതലിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർണ്ണമൊക്കെ ആ വഴിക്ക് പോകാനുള്ള സാധ്യതയും ഈ മൊഴികളെ എങ്ങനെയാണ് SIT കാണുന്നത്? SIT എല്ലാ വിവരങ്ങളെയും പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം അവരുടെ അന്വേഷണം പോകുന്നത് ഒരു കൃത്യമായ വഴിയിലൂടെയാണ്. അത് എത്തി നിൽക്കുന്നതും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തി നിൽക്കുന്നവരുമാണ്. ഇപ്പോൾ അതിനകത്ത് പുതിയൊരു വിവരമായിട്ടാണ് രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായി പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു കഴമ്പുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇത് SIT അറിയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല അവിടെ പോയിട്ട് SITയോട് കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യവസായി വന്ന് മൊഴി നൽകുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്, ഈ വ്യവസായിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെന്നൈയിലുള്ള ഒരു വിഗ്രഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന ഒരു ഡി മണിയെയും അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടപാടുകൾ സ്ഥിരമായി നടത്തുന്ന ആളാണെന്നും ഈ വ്യവസായിക്ക് അറിയാം എന്നാണ് അയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില പഞ്ചലോക വിഗ്രഹങ്ങൾ അത് ഈ ഡി മണിക്ക് കൊടുത്തതിന് ശേഷം പണം വാങ്ങുന്നതും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സാക്ഷിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡി മണി ആരാണ് എന്നുള്ളത് ഇപ്പം ദാവൂദ് മണി എന്ന് പറയുന്ന ആളാണെന്ന് പറയുന്നു, ദാസ് മണി എന്നാണ് അയാളുടെ പേരെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല SITക്ക് അങ്ങനെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഈ വിഗ്രഹങ്ങളൊക്കെ കടത്തിക്കൊടുക്കുന്ന വൻ ഗൂഢസംഘങ്ങൾ, അത് നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ നമുക്ക് വിവരമുള്ളതാണ്. ഒരുപാട് അന്വേഷണമൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വിഗ്രഹ കൊള്ളക്കാരെ കുറിച്ച്. അങ്ങനെയൊക്കെ പോയി ഏതെങ്കിലും ലീഡിലേക്ക് ഇത് പോവുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. തീർച്ചയായും ഇത് ഉറപ്പായിട്ടും ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതിയിരിക്കുന്നത്. കാരണം ഇത് ഒരു ആന്റിക് കള്ളക്കടത്ത് വിൽപ്പന സംഘത്തിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഒരുപാട് സാധ്യതകളുള്ളത്. ഒന്ന്, ഈ പങ്കജ് ഭണ്ഡാരിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്വർണം പൂശൽ ഫാക്ടറി മാത്രമല്ല ഉള്ളത്, അവർക്ക് അന്താരാഷ്ട്ര ആന്റിക് വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ട്, മന്ത്ര അടക്കം. അവർക്ക് അതിനുള്ള ലൈസൻസും ഉണ്ട്. US-ലും UK-ലും ഒക്കെ അവർ സ്ഥിരമായിട്ട് ഈ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയും പഴയ വിഗ്രഹങ്ങൾ ലീഗലായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ലൈസൻസും ഒക്കെയുള്ളതാണ്. ഇനി ഇതിൻ്റെ മറവിൽ എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ, അതിൽ പോറ്റിക്കും പങ്കാളിത്തമുണ്ടോ, അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും അതിൽ ഈ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ടോ? കാരണം 2009-2008 കാലഘട്ടത്തിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസും മന്ത്രയും ഒക്കെ ആവിർഭവിച്ചു വരുന്നത്. അവരുടെ ആദ്യ പ്രോജക്റ്റുകളും നടക്കുന്നത് ശബരിമലയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുന്നത്. മാത്രമല്ല, 2009 മുമ്പ് തന്നെ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ഒരു കോക്കസുമാണ്. അതിനകത്ത് ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. ഏതായാലും ഈ ഡി മണി എന്ന് പറയുന്ന ആളെ കേന്ദ്രീകരിച്ച് ഉള്ള വിവരം അനന്തരം നമ്മൾ ഈ തുടക്കം മുതൽ നമ്മൾ മാതൃഭൂമി ന്യൂസ് ഓരോ വാർത്തകളും വളരെ ആധികാരികമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുടക്കം തൊട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അനന്തൻ ഇപ്പോൾ ഇതിന്റെ ഈ വഴിത്തിരിവുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെസ്റ്റ് സംഭവിക്കുമ്പോൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്ത ആളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ സ്പോട്ടിൽ ഒന്ന് ചിന്തിക്കും. എനിക്ക് ഭയങ്കര സന്തോഷവും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിലുണ്ട്. കാരണം പ്രജീഷിന് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇതിനകത്തൊരു സാധ്യത പറഞ്ഞിരുന്നത് പങ്കജ് ഭണ്ഡാരിയാണ്, സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. സ്മാർട്ട് ക്രിയേഷൻസിന് നമ്മൾ അന്ന് തെളിവ് സഹിതം, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ബന്ധമൊക്കെ വന്ന സമയത്ത് നമ്മൾ കൃത്യമായി ഇതേപോലെ ഒരു 2 മണി 2 to 4 അത് വിശദീകരിച്ചത് പ്രേക്ഷകർക്ക് മുന്നിൽ. സ്മാർട്ട് ക്രിയേഷൻസ് എന്താണ്, സ്മാർട്ട് ക്രിയേഷൻസിനെ സംശയിക്കാനുള്ള കാരണം എന്താണ്. അന്ന് നമ്മൾ പറഞ്ഞു, ചെന്നൈയിൽ ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഫാക്ടറി, മന്ത്ര എന്ന് പറയുന്ന സ്ഥാപനമുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ബോർഡിലുള്ള അഡ്രസ്സ് നമ്മൾ കാണിച്ചു, GST അഡ്രസ്സും കാണിച്ചു. രണ്ടും വ്യത്യാസമാണ്. ഒരു പോയിന്റിൽ ഒറ്റ സ്ഥലത്തിരിക്കുന്ന ഒരു മതിലിനകത്ത് തന്നെയുള്ള 2 സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് 2 അഡ്രസ്സ് വരുന്നതെന്നും ഇവരുടെ ഹൈദരാബാദിലുള്ള മന്ത്രയുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ്, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ലൊക്കേഷൻ സംവിധാനം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞ ഇതിന്റെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ SITയും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം. മാത്രമല്ല, പക്ഷേ അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി തെളിവുകളൊക്കെ ശേഖരിച്ച്, ഞാൻ ഇപ്പം ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണിത്. ഒരു ആളെ പോലും ഫാൾട്ടായിട്ട്, അതായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതമില്ല, ശബരിമലയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ അറസ്റ്റ്, അതുകൊണ്ടാണ് ചില അറസ്റ്റുകൾ വൈകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം ഈ ശബരിമല
സ്വർണ്ണക്കൊള്ളയുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് സമ്പൂർണ്ണമായ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അറസ്റ്റിലായിരിക്കുന്നത്. അതല്ലാതെ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ അറസ്റ്റ് ഇല്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഏതായാലും നമ്മൾ എന്താണോ ആദ്യം സംശയിച്ചതെന്ന് ആ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ സംശയിച്ചിരുന്നു അതിനും മുകളിൽ ആളുണ്ട് എന്നുള്ളത്, മറ്റു ചിലർക്കും ഇതിനകത്ത് ബന്ധമുണ്ടാകുമെന്നുള്ളത്. പക്ഷേ ആ മറ്റു ചിലരും ഇതിന് മുകളിൽ ഇത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമല്ലോ, അതുമാണ് ഇനി തെളിയാനുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഒരു ആരോപണം വരുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നത്. 2 IPS ഉദ്യോഗസ്ഥർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ IPSകാരുടെ പേര് വെളിപ്പെടുത്തേണ്ടി വരുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. സതീശന്റെ വാക്ക് കേൾക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ആനന്ദൻ, ഇങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പൊളിറ്റിക്കലി നോക്കുമ്പോഴും രാഷ്ട്രീയമായിട്ട് എന്താ നമുക്ക് പറയാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. ആ തെളിവുകൾ ഇനി അവസാനിപ്പിച്ചില്ല, ഈ ശ്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് തുറന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സതീശനും പ്രതിപക്ഷവും ലക്ഷ്യം വെക്കുന്നത്? അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടോ ഈ അന്വേഷണ ഏജൻസിക്ക് മുകളിലേക്ക്? അങ്ങനെ അതൊരു രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഏതെങ്കിലും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിൽ ഇടപെടലോ ബാഹ്യമായ ഇടപെടലോ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട്. അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുവമോട്ടോ എടുത്ത 2 കേസുകളിലാണ് ദേവസ്വം ബോർഡ് സെലക്ട് ചെയ്ത, ആഭ്യന്തര വകുപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു SIT അന്വേഷണം നടത്തുന്നത്. ആ SIT കൃത്യമായി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് ഡയറി അടക്കം, ഇതിൻ്റെ ഡെയിലി ഡെവലപ്മെൻറ്റ്സ് അടക്കം, മൊഴികളടക്കം ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ 2 അംഗ ജഡ്ജിമാരുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു ചവിട്ടുവലി ഉണ്ടായാൽ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിക്കാണ്. കാരണം ഇതിനകത്തെ മുഴുവൻ ഒറ്റ കാര്യങ്ങളുടെ ഈ അന്വേഷണത്തിൽ ഇതുവരെ 2 മാസം നീണ്ട SITയുടെ അന്വേഷണത്തിലെ ഒരു വിവരവും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെത്തുന്ന നിഗമനങ്ങൾ മാത്രമാണ് വാർത്തകളായിട്ട് വരുന്നത്. അതേസമയം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴികൾ എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവുകൾ എന്താണെന്നൊക്കെ ഉള്ളത് അതീവ രഹസ്യമായി സീൽഡ് കവറിലാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് അറിയാം ഇതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ എന്തെങ്കിലും സമ്മർദ്ദമോ അതിൻ്റെ പുറത്ത് അവർ എന്തെങ്കിലും ഡൈവേർഷനോ വരുത്തി കഴിഞ്ഞാൽ കൃത്യമായി അതിനകത്ത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതാദ്യം ഈ ആരോപണം വരേണ്ടത് കോടതിയിൽ നിന്നാണ്. നിങ്ങൾ ശരി നടത്തുന്ന അന്വേഷണം ശരിയല്ല. അതേ കോടതിയാണല്ലോ ഈ പറയുന്ന ശങ്കരദാസിന്റെ വിജയകുമാറിന്റെയും രണ്ടുപേരുടെയും ആ ഒരു സൂചനയിലേക്ക് എന്തെങ്കിലും സൂചന, അവിടെ ഒരു ശരികേട് ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ എന്ന സൂചന എന്തുകൊണ്ട് കോടതിക്ക് തോന്നി? അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതുവരെ അങ്ങനെ ഒരു സൂചനയോ അങ്ങനെ ഒരു വിമർശനമോ ഉന്നയിച്ചിട്ടില്ല ഈ അന്വേഷണത്തിൽ. അതായത് ഈ അന്വേഷണം മോണിറ്റർ ചെയ്യുന്ന ബെഞ്ച് ഇതുവരെ ഈ അന്വേഷണത്തെക്കുറിച്ച് നെഗറ്റീവായ ഒരു കമന്റ് പോലും വന്നിട്ടില്ല. മറ്റൊരു ബെഞ്ചിലാണ് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാസുവിന്റെ ആയാലും പങ്കജ് ഭണ്ഡാരിയുടെ ആയാലും ഗോവർദ്ധന്റെ ആയാലും ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷകൾ വരുന്നത് മറ്റൊരു ബെഞ്ചിലാണ്. ആ ബെഞ്ച് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് കമന്റുകൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് 8ാമത്തെ മറ്റോ പ്രതിസ്ഥാനത്തുള്ളത് 2019 ദേവസ്വം ബോർഡാണ്. അതിൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്താണ് 2 മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കാം. കാരണം അതിനകത്ത് ഒരു മെമ്പർ എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന പാർട്ടിയിൽ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് ആ കോടതിക്ക് വേണമെങ്കിൽ സംശയിക്കാം. അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചതാകും. പക്ഷേ അതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പക്ഷേ നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 മെമ്പർമാരെയും അറസ്റ്റ് ചെയ്യാത്തതിന് തക്കതായ കാരണം അവർ വളരെ കൺവിൻസിംഗ് ആയി പറയുന്നുണ്ട്. കാരണം ഈ 2 പേരെയും 2 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡയറക്റ്റ് അനന്തം പറയുന്ന സതീഷിന്റെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമെന്നാണ്. അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നമുക്കറിയത്തില്ല. പ്രതിപക്ഷ നേതാവാണ്, ചിലപ്പോൾ ചില ഇൻപുട്ട്
ഇൻപുട്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം കോടതിയല്ലേ പറയേണ്ടത്. കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്, കോടതി നേരിട്ട് മോണിറ്റർ. ഒരു പക്ഷേ ഇങ്ങനൊരു അന്വേഷണം കേരളത്തിൽ ആദ്യമായിട്ടാകും ഇത്രയും കോടതിയുടെ ഒരു മോണിറ്ററിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് വ്യക്തമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞത് ആരോപണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്. അങ്ങനെ സർക്കാർ 2 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് നമുക്കൊരു തെളിവില്ലാതെ അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ ഇടപെടൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് അപ്പോൾ അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഈ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനുമായി ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ ആരോപണം. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും ഇത് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കേസാണ്. ഒരുപാട് അയ്യപ്പ ഭക്തർ, കാരണം ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപാട് അയ്യപ്പ ഭക്തർ ഇതിന്റെയും ഈ റിസൾട്ട് എന്താണെന്ന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവമേ അയ്യപ്പ ഇതിനെ അങ്ങയുടെ ആ തങ്ക ആഭരണങ്ങൾ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളുരുകിയിരിക്കുന്ന അയ്യപ്പ ഭക്തരാണ്. അവരെ വെച്ച് രാഷ്ട്രീയം കളിക്കാതിരിക്കുക ഈ കേസിൽ. അവരെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അവർക്ക് വേണ്ടുന്നത് കൃത്യമായ ഒരു ഉത്തരമാണ്. അവർ പരിപാവനമായി കരുതുന്ന അയ്യപ്പ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ തങ്ക കവചങ്ങൾ എന്ത് സംഭവിച്ചു എന്നാണ്. അതിനൊരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഇനി അന്വേഷണ സംഘം പൂങ്കാവനത്തിലേക്ക് തിരിച്ചെത്തുമോ അതിനുവേണ്ടി നമുക്ക് ഈ അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ വഴിവിട്ട പ്രവർത്തനമോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ വ്യക്തമാകുമല്ലോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഏതായാലും നമ്മൾ അയ്യപ്പ ഭക്തർക്കൊപ്പമാണ്. കൃത്യമായ വാർത്തയാണ് നൽകുന്നത്. അതല്ലാതെ മറ്റ് ഏത് തരത്തിലുള്ള ഡൈവേർഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നാലും നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പുറകെ പോകുന്നുള്ളൂ. എന്തായാലും കോടതിയും അന്വേഷണ സംഘവും പോകുന്ന അതേ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് അതിനകത്ത് മറ്റ് ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് അപ്പോൾ സതീശൻ ഉയർത്തിയത്. ഒരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമെന്ന നിലയിലേക്ക് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയൂ എന്നാണ് അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുകയുള്ളൂ.